നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായുള്ള അവസാന വട്ട തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ. ടൂർണമെന്റിനായി UAE പറക്കുന്നതിന് മുൻപ് ഇനി ഒരു മത്സരം കൂടിയാണ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ശേഷിക്കുന്നത്. ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരമാണ് ബുധനാഴ്ച ഇന്ത്യ കളിക്കാൻ ഒരുങ്ങുന്നത്. ആദ്യ രണ്ട് മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ചു കഴിഞ്ഞ രോഹിത് ശർമ്മയും സംഘവും ഇനി അവസാന കളിയിലും വിജയം കൊയ്ത് പരമ്പര തൂത്തുവാരാനുള്ള തയ്യാറെടുപ്പിനാണ്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നേട്ടം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ കരുത്തരായ ഇംഗ്ലണ്ടിനെ കെട്ടുകെട്ടിച്ചത് കൊണ്ട് മാത്രം ടൂർണമെന്റിലെ കിരീട ഫേവറിറ്റുകളായി ഇന്ത്യ മാറുന്നില്ല. ചില ദൗർബല്യങ്ങൾ ടീമിന് വലിയ തിരിച്ചടിയായി മാറിയേക്കുമെന്നാണ് അറിയുന്നത്. ഇവ എന്തൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. ഇന്ത്യൻ ടീമിന്റെ ആദ്യത്തെ ദൗർബല്യമായി പറയാവുന്നത് ബാറ്റിംഗ് നിരയിലെ പ്രശ്നങ്ങളാണ്. ഏകദേശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നായകൻ രോഹിത് ശർമ്മ ഏകദിനത്തിൽ മികച്ച സെഞ്ചുറിയുമായി താളം വീണ്ടെടുത്തത് തീർച്ചയായും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ മുൻ നായകനും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലി ഇപ്പോഴും യഥാർത്ഥ ഫോമിലേക്ക് എത്തിയിട്ടില്ല. പരിക്ക് കാരണം ആദ്യ നഷ്ടമായ കോഹ്ലി രണ്ടാം ഏകദിനത്തിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും വെറും 5 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി അവസാന കളിയിലും കോഹ്ലി ബാറ്റിംഗിൽ ക്ലിക്കായില്ല എങ്കിൽ ഒട്ടും ആത്മവിശ്വാസത്തോടെ ആയിരിക്കില്ല അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുക. ഇത് ടൂർണമെന്റിൽ ഇന്ത്യക്ക് ക്ഷീണമാവുകയും ചെയ്യും. വിരാട് കോഹ്ലിയുടെ മാത്രമല്ല KL രാഹുലിന്റെയും മോശം ഫോം ഇന്ത്യക്ക് തലവേദന തന്നെയാണ്. ഗൗതം ഗംഭീർ കോച്ചായ ശേഷം അദ്ദേഹത്തിന് ഫേവററ്റ് ബാറ്റിംഗ് പൊസിഷനായ 5ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനും താഴെയാണ് രാഹുലിനെ ടീം മാനേജ്മെന്റ് അയക്കുന്നത്. ഈ കാരണത്താൽ താരം ബാറ്റിംഗിൽ നിരന്തരം ഫ്ലോപ്പായി കൊണ്ടിരിക്കുകയാണ്. കോഹ്ലിക്കൊപ്പം രാഹുലും ഫ്ലോപ്പ് ഷോ തുടർന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അത് ടീം ഇന്ത്യയെ കൂടുതൽ ദുർബലപ്പെടുത്തും. ഇന്ത്യൻ ടീമിന്റെ രണ്ടാമത്തെ വീക്ക്നെസ് ബൗളിംഗിന്റെ കാര്യത്തിലാണ്. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലെത്തിക്കാനുള്ള പ്രധാന കാരണം ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ മിന്നിച്ചതുകൊണ്ടാണ്. പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യൻ ബൗളിംഗിനെ കുറിച്ച് നമുക്ക് ഈ തരത്തിൽ പറയാൻ സാധിക്കില്ല. ബൗളിംഗ് നിരയിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടാകുമെന്ന് പോലും ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. പരിക്കേറ്റ് വിശ്രമിക്കുന്ന സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാനാകുമോ എന്ന് പോലും സംശയമാണ്. ഇനി കളിച്ചാലും യഥാർത്ഥ ഫോമിലേക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുമോ എന്നതും കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പരിക്കിൽ നിന്ന് മോചിതനായി മറ്റൊരു സീനിയർ ഫാസ്റ്റ് ബോളറായ മുഹമ്മദ് ഷമി ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലൂടെ തിരിച്ചെത്തിയെങ്കിലും അത്ര മികച്ച ഫോമിലല്ല കാണപ്പെടുന്നത്. ബുംറ, ഷമി എന്നിവരെ മാറ്റി നിർത്തിയാൽ ഹർഷ്ദീപ് സിംഗ് മാത്രമാണ് ഇന്ത്യൻ സംഘത്തിൽ പ്രതീക്ഷയുള്ള ഏക ഫാസ്റ്റ് ബോളർ എന്ന് പറയാനുള്ളൂ. പക്ഷെ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ കളി ജയിക്കാൻ സാധിക്കുകയില്ല. ഹർഷ്ദീപിനെ പിന്തുണയ്ക്കാൻ മറ്റൊരു മികച്ച ഫാസ്റ്റ് ബോളർ ഇല്ല എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്ന് തഴഞ്ഞത് കാരണമാണ് ഇന്ത്യക്ക് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. സ്പിൻ ബൗളിംഗിലും ഇന്ത്യക്ക് ആശങ്കകൾ ഉണ്ട്. കുൽദീപ് യാദവാണ് ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന് പറയാനുള്ളത്. ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം പഴയ ഫോമിൽ ഇല്ല എന്നും കാണേണ്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ഏകദിനത്തിൽ കുൽദീപിന്റെ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങുകയായിരുന്നു. ബുംറ, ഷമി, കുൽദീപ് എന്നീ 3 പേരും ഒരുപോലെ തിളങ്ങിയെങ്കിൽ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുന്നേറ്റം എളുപ്പമാവുകയുള്ളൂ.